പറയമ്മ പറഞ്ഞോ. കരയാതെ. ചോദിച്ചപ്പോഴേ പറയാൻ അറിയത്തില്ല. അസുഖത്തിന്റെ കാര്യം പിള്ളേരുടെ ബുദ്ധിമുട്ടും ഒക്കെ താമസിക്കാൻ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ ഉള്ള ഈ എരുമേലി ടൗണിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ്. ഒരു ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ജീവിതം അലങ്കോലപ്പെടുന്ന മനുഷ്യരുണ്ട്, അലങ്കാരപ്പെടുന്ന മനുഷ്യരുണ്ട്. പക്ഷേ അലങ്കാരമൊന്ന് വീട്ടിൽ വരണമെങ്കിലും ജീവിതം വല്ലാത്ത രീതിയിൽ അലങ്കോലപ്പെട്ടു പോയ ഒരു കുടുംബത്തിൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അടുത്തൊരു ഉമ്മയുണ്ട്, 2 മക്കളുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ അമ്മായിക്ക് 69 വയസ്സുണ്ട്. അമ്മായിക്ക് എത്ര മക്കളാണ് അമ്മ? 5 പെൺമക്കൾ. 5 പെൺമക്കൾ മാത്രമാണുള്ളത്. ജീവിതം ശരിക്കും പറഞ്ഞാൽ ദുരിതപൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു വീട്ടിൽ താമസം തുടങ്ങി എത്ര വർഷമായി? 2004 വന്ന 25. അതെയല്ലേ? ഭർത്താവ് കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ അമ്മായിയും ഈ 5 പെൺമക്കളും, 5 പെൺമക്കളിൽ 2-3 പേർ ഇവിടെ ഉണ്ട്. അവർ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. ഒരു പെൺകുട്ടിയെ ഇതിൽ ഈ അമ്മയുടെ ഒരു മകളെ ഭർത്താവ് ഉപേക്ഷിക്കുകയുണ്ടായി. അവൻ ഈരാറ്റുപേട്ടക്കാരനാണ്. അവൻ എന്ന് ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ് എന്ന് നിങ്ങൾ ഓർത്തോണം. അമ്മ, എന്താ അമ്മയുടെ സങ്കടങ്ങളെന്ന് പറഞ്ഞ് ഞാനൊന്ന് കേൾക്കട്ടെ. പറയമ്മ പറഞ്ഞോ. കരയാതെ. ചോദിച്ചപ്പോഴേ പറയാൻ അറിയത്തില്ല. പറയാൻ അറിയത്തില്ല മോനെ. അസുഖത്തിന്റെ കാര്യം പിള്ളേരുടെ ബുദ്ധിമുട്ടും ഒക്കെ താമസിക്കാൻ കരയാതമ്മ. അമ്മ കരയാതെ. പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് പറയാൻ അറിയത്തില്ല. സംസാരിക്കാൻ പോലും വൈഷമ്യം അനുഭവിക്കുകയാണ് ഈ ഉമ്മ. ഉമ്മയുടെ പേരെങ്ങനെയാ? ഇവിടെ അലങ്കാരത്തു നിന്നാണ് വീട്ടിൽ വരല്ലേ? അപ്പോൾ 5 പെൺമക്കളുണ്ട് അല്ലേ? 5 പേരെയും കെട്ടിച്ചു വിടുന്നതിന് മുൻപ് ഭർത്താവ് മരിച്ചു പോയോ? അതോ എല്ലാവരും കെട്ടിച്ചു കഴിഞ്ഞ് ഇവിടെ പറഞ്ഞു അല്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിന് അസുഖം? കോവിഡ്. ഓക്കെ. ഉമ്മയുടെ അസുഖം എന്താ? ഷെഫീന എന്നാണ്. ഷെഫീന, ഉമ്മച്ചിയുടെ അസുഖം എന്താ? ഉമ്മച്ചിക്ക് തന്നെ ഒരു സാർഗോഡിസസ് വന്ന രോഗമാണ്. അതെന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. എന്താണെന്ന് പറയാമോ? ഈ ഇടയ്ക്കിടയ്ക്ക് പനി എല്ലാം കൂടി വരുമായിരുന്നു. ആ പനി വന്ന് അത് പഴകിപ്പോയി, ബ്ലഡിലായിപ്പോയി. അപ്പോൾ അത് ചികിത്സിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേനാണ് ഈ പെട്ടെന്ന് ഓക്കാനോ ഛർദിയോ എല്ലാം വരുന്നത്. അതിനെ തുടർന്ന് അമ്മക്ക് ലിവറിനും ഹാർട്ടിനും ഒക്കെ പ്രോബ്ലങ്ങളുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴിയുന്നത്. ഇപ്പം 5 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? അദ്ദേഹം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ വേണ്ട പുള്ളി വരത്തുമില്ല, ഒരു കാര്യത്തിനും വരത്തില്ല. ചെലവിനോ. ഇയാൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 3 പേരുണ്ട്. 3 മക്കളുണ്ട്. 3 മക്കളെ തന്നിട്ട് ആളെ സ്ഥലം വിട്ടു അല്ലേ? പോലും നമുക്കറിയത്തില്ല. ഈരാറ്റുപേട്ട വഴി ഉണ്ടായിരുന്നു. ഇപ്പം അവിടെയും കാണുന്നില്ലെന്നാണ് പറയുന്നത്. ഷംല. എത്രാമത്തെയാ? ഞാൻ 4ാമത്തെ ആളാണ്. ഓ ശരി. മക്കൾ എത്ര പേരുണ്ട്? മക്കളില്ല. ഇവിടെയാണോ താമസിക്കുന്നത്? അതോ ഞാനിപ്പോ ഉമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ എരുമേലി പള്ളിയുടെ കീഴിൽ, എരുമേലി തന്നെ വലിയൊരു പള്ളിയാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പള്ളിയാണ്. അപ്പം പറ്റുമെങ്കിൽ അവർക്ക് സഹായിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൂടാതെ ഈ പള്ളിക്ക് കീഴിൽ തന്നെ ഏതാണ്ട് 10ഓളം പള്ളികളുണ്ട്. ആ പള്ളികളെല്ലാം കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മയുടെയും ഈ കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം. ഇവരെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. അതായത് എരുമേലിപ്പള്ളി ആദ്യം സഹായിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ കുട്ടികളുടെ ഇരിക്കട്ടെന്ന് കാണിച്ചു, എന്നെ മാത്രം കാണിക്കണ്ട. അപ്പം ആനക്കല്ലിൽ ഇവർക്ക് സ്ഥലം കൊടുക്കുകയുണ്ടായി. അതുകൂടെ പക്ഷേ ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഈ വാടക വീട് എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ സങ്കടകരമായ അവസ്ഥയിലാണ്. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. രോഗാവസ്ഥ നേരിടുകയാണ്. ഇതുകൂടാതെ ഒരു മകളുടെ ഭർത്താവടക്കം എല്ലാവർക്കും അസുഖമുണ്ട്, മറ്റ് പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു സങ്കടങ്ങളെ നിങ്ങൾ നേരിട്ടറിയുക എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ സംബന്ധിച്ച് എന്നോട് ശ്രീ ഹക്കീം മാടത്താനി, എരുമേലി ജമാഅത്ത് കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം നിങ്ങളോട് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. നമ്മൾ ആ വീഡിയോയിൽ ശ്രീ ഹക്കീം മാടത്താനിയുടെ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്.
എന്താ നമുക്ക് ഈ വിഷയത്തിൽ എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്? അതിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ദൂരോട്ട് താമസിക്കാൻ പോയിട്ട് കാര്യമില്ല. വെച്ചാൽ ഈ ഇളയ മോളാണ് തള്ളയ്ക്ക് കൂട്ട് നിൽക്കുന്നത്. അപ്പം ഇളയ മോളൊരു വീട്ടുവേലയ്ക്ക് പോയാണ് ഈ നെടുന്നതിൻ്റെ കാര്യമൊക്കെ നടത്തുന്നത്. അന്നേരം ദൂരോട്ട് താമസിക്കാൻ പോയാൽ അവിടുന്ന് വന്നിട്ട് ടൗണിലാണ് ഈ വീട്, വീട്ടുപണിക്ക് പോകുന്ന വീട്. അവിടെ പോയി ഇട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യക്കുറവുണ്ട്. ഈ അടുത്ത് എവിടെയെങ്കിലും ആ ഒരു സൗകര്യമെങ്കിൽ, അല്ലെങ്കിൽ ഇത് പൊളിച്ച് പണിയാനുള്ള സൗകര്യം സാമ്പത്തികം ഉണ്ടാകണം. മൊത്തം പൊളിച്ചിട്ട് നല്ലപോലെ പണിത് ഇവർക്ക് യോഗ്യത താമസിക്കാൻ യോഗ്യതയായിട്ടുള്ള ഒരു ആക്കി കൊടുത്തിട്ട് ഈ വഴിയും തെളിച്ചു കൊടുക്കണം. അതിനുള്ള സാമ്പത്തികം വേണം. വഴി വന്നപ്പോൾ തന്നെ ഞാൻ വണ്ടി താഴെ വെച്ചിട്ടാണ് കയറി വന്നേ. അതെ വഴി സ്ഥലമില്ല, ഇടയില്ല, രണ്ടടി വഴിയില്ല, 2 അടി ഇവിടെ 2 സെന്റ് സ്ഥലമുള്ളൂ അല്ലേ? ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഇത് പിന്നെ മെയിൻ്റെ പൊളിച്ച് നല്ലപോലെ പണിയുക, അല്ലെങ്കിൽ ടൗണിൽ എവിടെയെങ്കിലും ഒരു സെൻറ്റാണ് മേടിച്ച് പണിയുക. അവർക്ക് സൗകര്യമായിട്ട് ആശുപത്രി പോകണമെങ്കിൽ പെട്ടെന്ന് പോകണം, ഒരു വണ്ടി വിളിച്ചൊക്കെ 10, 30, 50 രൂപ ഓട്ടോറിക്ഷ കൂലി കൊടുക്കുക. പിന്നെ ഈ ഇളയ കുട്ടി, ഈ തള്ളയെ നോക്കാൻ വന്നിരിക്കുന്ന കുട്ടിക്ക് വീട്ടുവേലയ്ക്ക് പോകണമെങ്കിലൊക്കെ സൗകര്യം അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിലും പോക്ക് പറ്റില്ല, അല്ലെ വന്ന് പോക്ക് നടക്കുകയില്ല. ദൂരെയൊക്കെയാണ് 3-4 കിലോമീറ്റർ. പിന്നെ ഇവർക്ക് അസുഖമുണ്ട്, ആശുപത്രി പോകണേലും ടൗണിലൊക്കെ ആണെങ്കിൽ ഓട്ടോ കൂലി കൊടുത്താൽ പിന്നെ ശമ്പളത്തും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ട് നല്ലപോലെ എന്തെങ്കിലും സൗകര്യം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് പൊളിച്ച് പണിയാം. ഇത് രണ്ടിലേതൊരു നടക്കത്തുള്ളൂ. ഇവിടെ നിങ്ങളുടെ ജമാഅത്ത് വിചാരിച്ചാൽ നടക്കുമല്ലോ? ജമാഅത്തിന് കീഴിൽ ഇത്തരം പള്ളികളും ജമാഅത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീടൊക്കെ വീടിനൊക്കെ ഇപ്പോൾ വീടിനുള്ള പദ്ധതിയില്ല. ഇപ്പോൾ വരുമാനം എല്ലാം കുറഞ്ഞിരിക്കുകയല്ലേ.